ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആഗമനകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, ഒരു ആരാധനാക്രമ വർഷം അവസാനിച്ച് പുതിയൊരു ആരാധനാക്രമ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഇന്ന് ഈ ആഗമനകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആഡ്വെൻറ്റ് റീത്തിലെ ആദ്യത്തെ പേർപ്പിൾ തിരി, വയലറ്റ് തിരി നമ്മൾ കത്തിക്കുകയാണ്. അത് പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ തിരി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മുഴുവനും ഈ ഒരു പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇവിടെ ചോദ്യം ഇതാണ്: എന്താണ് പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമെന്നുള്ള ബോധ്യമാണ്. ആ ഒരു പ്രത്യാശയാണ് ഇന്ന് ഈ വചനഭാഗങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലുള്ള ഭാഗമാണ്. അതിൻ്റെ സാഹചര്യം എന്താണ്? ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് മുഴുവനായിട്ടും ജെറുസലേമും യൂദായും തൻ്റെ സമീപ പ്രദേശത്തുള്ള എല്ലാവരും യുദ്ധത്തിലാണ്. പരസ്പരമുള്ള ഭിന്നതയിലും യുദ്ധത്തിലുമായിരിക്കുന്ന ഇവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനപ്പുറത്തേക്ക് പരസ്പരമുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ബന്ധങ്ങളിലാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഒരു മാറ്റമുണ്ട്. എന്താണ്? ജെറുസലേം എല്ലാത്തിനും മുകളിലേക്ക് കടന്നു വരുന്ന ഒരു സമയം വരുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുഴുവൻ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. യുദ്ധായുധങ്ങൾ, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ഇനി പണിയായുധങ്ങളായിട്ട് മാറ്റും. ഇനി മുതൽ സമാധാനമായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയും, ഇതൊരു പ്രവചനമാണ്. എന്തിൻ്റെ പ്രവചനമാണ്? സഭയെക്കുറിച്ചുള്ള പ്രവചനമാണ്. കാരണം ഈ ജെറുസലേം എല്ലാത്തിൻ്റെയും മുകളിലേക്കായിട്ട് ഉയരുമ്പോൾ എല്ലാ ജനങ്ങളും അതിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും എല്ലാ ജനതകളും അതിലേക്ക് വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഹൂദരുടെ ചിന്താഗതി അനുസരിച്ച് യഹൂദർക്ക് മാത്രമാണ് രക്ഷ. അപ്പോൾ ഇവിടെ എല്ലാ ജനതകളും വരും, എല്ലാ രാജ്യക്കാരും വരുമെന്ന് പറയുന്നത് കുറച്ചും കൂടി വൈഡ് റേഞ്ചിലുള്ള ഒരു സാൽവേഷനാണ്, ഒരു രക്ഷയുടെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. അത് കത്തോലിക്ക സഭ കൊടുക്കുന്ന ഒരു കാര്യമാണ്, സഭ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ വചനഭാഗത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത് ഒരു സമാധാനത്തിലേക്കുള്ളൊരു മാറ്റമാണ്. മുഴുവനായിട്ടുള്ളൊരു മാറ്റത്തെക്കുറിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്: സമയമായി. ഇനി രക്ഷ പിന്നീടാണെന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്താണ് രക്ഷ എന്നുള്ള കാര്യം കർത്താവ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ടും പറയുന്നൊരു കാര്യമാണ്: നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് പകൽ സമയത്ത് നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ തന്നെ നിങ്ങൾ ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു മാറ്റത്തെക്കുറിച്ചാണ്. വഷളത്തരത്തിൽ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും മാറി മറ്റുള്ളവർ മുമ്പിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നോ ആ രീതിയിലേക്ക് നിങ്ങൾ വരണം. കാരണം രക്ഷയുടെ സമയമായിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗമാണ്. കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമാണ്: നോഹയുടെ കാലത്ത് എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിവാഹം ചെയ്തും ഭക്ഷിച്ചും ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ നടന്നു. പക്ഷേ അവിടെ കർത്താവ് പറയുന്നു, ആ സമയത്ത് അവരാരും തിരിച്ചറിഞ്ഞില്ല അവർ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന്. നോഹ പേടകത്തിൽ നിന്നും കയറിയതിന് ശേഷം എല്ലാം മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നത് ജാഗരൂകരായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ്. കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും പിന്നെയും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം: നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബേസിക്കായിട്ട് നിൽക്കേണ്ടത് എന്താണ്? ഒരു ബോധ്യമാണ് ഇത് സംഭവിക്കുമെന്നുള്ളത്. ഞാൻ പറയും, അതിന് മറ്റൊരു പേരാണ് പ്രത്യാശ. ഇന്ന് ഈ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, ഈ ഒരു ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിൽ നിന്നും കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ്. ചില സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷത്തിലാകെ 2 പ്രാവശ്യം മാത്രം നന്നായിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ചെറിയ നോമ്പിൻ്റെ സമയത്തും വലിയ നോമ്പിൻ്റെ സമയത്തും ഒരു ഭയങ്കര മാറ്റമാണ്. അതൊരു പ്രശ്നമാണ്. കാരണം മാറ്റം കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു സീസണലായിട്ട് മാത്രം നിൽക്കേണ്ടതല്ല, മറിച്ച് ജീവിതത്തിൽ മുഴുവനായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ നോമ്പ് കാലത്തു നിന്നുമുള്ള മാറ്റങ്ങൾ കുറച്ചുണ്ട്. ഉദാഹരണത്തിന് ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് പേര് നൊയമ്പെടുക്കാറുണ്ട്. കുറച്ച് പേര് നമ്മുടെ ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂട് പണിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉടുപ്പ്, ഒരു ചെറിയ കാര്യം, ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടും 25 ദിവസം ചെറിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നന്മപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം മതിയോ? കർത്താവ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതെന്നാണ്. കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണ് തുറന്ന് ജീവിക്കാനാണ്. ഈ ഒരു ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ണ് തുറന്ന് ജീവിക്കാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഇന്ന് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ മുറി ക്ലീൻ ചെയ്ത് വെക്കണമെന്ന്. കുട്ടികൾ പറയും, അയ്യോ ഞാൻ നാളെ ചെയ്തോളാം. കർത്താവ് ഇന്ന് ആവശ്യപ്പെടുന്നത് ഡു ഇറ്റ് ടുഡേ, ഇന്ന് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും വഴക്കുകളിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ
എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എന്നാൽ പോലും മിണ്ടാട്ടത്തിൽ നിൽക്കുന്നവർ ഇന്ന് അവർക്ക് മാറ്റാൻ പറ്റുന്ന ഒരു വഴക്ക് പിന്നീട് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും തണുക്കുമ്പോൾ നമുക്ക് പിന്നെ രമ്യതയിലേക്ക് പെടാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന നമ്മളോട് കർത്താവ് പറയുന്നു, ഡു ഇറ്റ് ടുഡേ. ഉണരുക, കണ്ണ് തുറന്ന് കാണുക. കാരണം റിയാലിറ്റി എപ്പോഴാണ് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രത്തോളം ഉണർന്ന് ജീവിക്കുന്നുണ്ട്, കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കർത്താവ് ഇന്നത്തെ ഓരോ വചനത്തിലും കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയമായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾക്ക് സമയം ഒരിക്കലായിട്ടില്ല. നമ്മൾ സാധാരണ എല്ലാവരും ചോദിച്ചാൽ ഒരു കാര്യം പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്, ഞാൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഞാൻ പറയാതൊരു നുണയാണ്. കാരണം എവിടെയോ നമുക്ക് എല്ലാവർക്കും ഒരു 100% ഉറപ്പുണ്ട്, ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേൽക്കുമെന്നുള്ള ഉറപ്പ് എവിടെയോ നമുക്കുണ്ട്. സമയത്തെക്കുറിച്ച് നമുക്കൊരു തെറ്റായിട്ടുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് ആ ധാരണ മാറ്റുക. സമയം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താവും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് കടന്നു വരുമെന്നുള്ള കാര്യം കർത്താവ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം ഉണ്ടാവട്ടെ. എന്താണ് മാറ്റം? കണ്ണ് തുറന്ന് ജീവിക്കുന്നവരായിട്ട്, ഉണർന്നിരിക്കുന്ന ജീവിക്കുന്നവരായിട്ട് മാറാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.